രാജ്യാന്തര തലത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ നേതാവും ദേശീയ സുരക്ഷാ മന്ത്രിയുമായ ഇറ്റാമർ ബെൻഗീറിനെതിരെ കടുത്ത നടപടി സ്വീകരിച്ച് ഫ്രാൻസ്. ഇനി മുതൽ ബെൻഗീറിന് ഫ്രാൻസിലേക്ക് പ്രവേശനം അനുവദിക്കില്ല എന്ന് ഫ്രഞ്ച് സർക്കാർ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഗാസയിലേക്ക് പോകുകയായിരുന്ന സമാധാന പ്രവർത്തകരെ ഇസ്രായേൽ തടഞ്ഞതും പിന്നീട് പുറത്തുവന്ന വീഡിയോ ദൃശ്യങ്ങളും വലിയ വിവാദമായതോടെയാണ് ഈ നടപടി. ഫ്രാൻസിലെ വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ ഈ വിവരം പുറത്തുവിട്ടു. ഫ്രഞ്ച് പൗരന്മാരെയും യൂറോപ്യൻ പ്രവർത്തകരെയും അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്ത സംഭവങ്ങൾ ഫ്രാൻസ് വളരെ ഗൗരവത്തോടെ കാണുന്നുവെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇത്തരം പെരുമാറ്റം അംഗീകരിക്കാനാവില്ല. മനുഷ്യാവകാശങ്ങളെ മാനിക്കാത്തവർക്ക് ഫ്രാൻസിൽ സ്വാഗതമില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. സംഭവത്തിന് തുടക്കമായത് ഗാസയിലേക്ക് മാനുഷിക സഹായവും സമാധാന സന്ദേശവും കൊണ്ടുപോകുകയായിരുന്ന ഒരു കപ്പലിലൂടെയാണ്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് സമാധാന പ്രവർത്തകരാണ് ആ കപ്പലിലുണ്ടായിരുന്നത്. ഇവരിൽ ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, കാനഡ, നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലെ പൗരന്മാരും ഉണ്ടായിരുന്നു. കപ്പൽ സൈപ്രസിന് സമീപമുള്ള രാജ്യാന്തര സമുദ്ര അതിർത്തിയിൽ എത്തിയപ്പോൾ ഇസ്രായേൽ നാവികസേന കപ്പൽ തടഞ്ഞുവെന്നാണ് റിപ്പോർട്ടുകൾ. തുടർന്ന് ഏകദേശം 430ഓളം പ്രവർത്തകരെ ഇസ്രായേൽ സുരക്ഷാ സേന പിടികൂടി തടവിലാക്കുകയും ചെയ്തു. പിന്നീട് ഇവരിൽ ഭൂരിഭാഗം പേരെയും വിട്ടയച്ചെങ്കിലും സംഭവവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവന്നതോടെ ലോകമെമ്പാടും പ്രതിഷേധം ശക്തമായി. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ വലിയ വിമർശനത്തിന് ഇടയാക്കി. കണ്ണുകൾ മൂടിക്കെട്ടി കൈകൾ പിന്നിലേക്ക് കെട്ടി തുറമുഖത്ത് ഇരുത്തിയിരുന്ന സമാധാന പ്രവർത്തകരെ നോക്കി പരിഹസിക്കുന്നതും ചിരിക്കുന്നതുമായ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. ഈ വീഡിയോ സ്വയം ബെൻഗീർ തന്നെയാണ് പങ്കുവച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. പലരും ഈ ദൃശ്യങ്ങളെ മനുഷ്യാവകാശ ലംഘനമായി വിശേഷിപ്പിച്ചു. യുദ്ധമേഖലയിലേക്ക് സഹായവുമായി പോയ സാധാരണ മനുഷ്യരെ ഇത്തരത്തിൽ കൈകാര്യം ചെയ്തത് അംഗീകരിക്കാനാവില്ലെന്ന് വിവിധ മാനുഷിക അവകാശ സംഘടനകൾ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലും വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. സംഭവത്തിന് പിന്നാലെ ഇറ്റലി, ഫ്രാൻസ്, നെതർലാൻഡ്സ്, കാനഡ, സ്പെയിൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇസ്രായേൽ അംബാസിഡർമാരെ വിളിച്ചുവരുത്തി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. സമാധാന പ്രവർത്തകരോട് കാണിച്ച പെരുമാറ്റം വളരെ ആശങ്കാജനകമാണെന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും അവർ വ്യക്തമാക്കി. ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജീൻ നോയൽ ബാരറ്റ് പറഞ്ഞത് ഫ്രഞ്ച് പൗരന്മാരെ ഭീഷണിപ്പെടുത്തുകയും അപമാനിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നാണ്. ബെൻഗീറിനെതിരെ കൂടുതൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ആവശ്യപ്പെട്ട് അദ്ദേഹം യൂറോപ്യൻ യൂണിയനോട് അഭ്യർത്ഥിച്ചു. ഇതിനിടയിൽ കൂടുതൽ ഗുരുതരമായ ആരോപണങ്ങളും പുറത്തുവന്നു. തടവിലായിരുന്ന സമയത്ത് വനിതകൾ ഉൾപ്പെടെയുള്ള ചില പ്രവർത്തകരെ ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാക്കിയെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. പരിശോധനയുടെ പേരിൽ വസ്ത്രങ്ങൾ നിർബന്ധിച്ച് അഴിപ്പിച്ചതായി, ലൈംഗിക അധിക്ഷേപങ്ങൾ, അപമാനകരമായ പെരുമാറ്റവും ഉണ്ടായതായും ചിലർ ആരോപിച്ചു. ചില റിപ്പോർട്ടുകൾ പ്രകാരം തടവിലാക്കിയ പ്രവർത്തകരെ ഒരു കപ്പൽ തന്നെ താൽക്കാലിക ജയിലിലാക്കി മാറ്റിയെ അവിടെ പാർപ്പിച്ചു എന്നാണ് പറയുന്നത്. അവിടെയാണ് ഏറ്റവും ഗുരുതരമായ അതിക്രമങ്ങൾ നടന്നതെന്നും ചില മനുഷ്യാവകാശ പ്രവർത്തകർ ആരോപിക്കുന്നു. ഈ വാർത്തകൾ പുറത്തു വന്നതോടെ ലോകമെമ്പാടും കൂടുതൽ പ്രതിഷേധം ശക്തമായി. പിന്നീട് ഫ്രാൻസിലേക്ക് മടങ്ങിയെത്തിയ 5 ഫ്രഞ്ച് പൗരന്മാരെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ഇവർ നൽകിയ മൊഴികളിൽ ലൈംഗിക അധിക്ഷേപങ്ങളും മോശം പെരുമാറ്റവും സംബന്ധിച്ച വിശദമായ വിവരങ്ങളുണ്ടെന്നാണ് ഫ്രഞ്ച് അധികൃതർ വ്യക്തമാക്കുന്നത്. അതേസമയം ഈ എല്ലാ ആരോപണങ്ങളും ഇസ്രായേൽ നിഷേധിച്ചു. ഇസ്രായേൽ ജയിൽ അധികൃതർ പ്രതികരിച്ചത് തടവുകാരെ നിയമാനുസൃതമായ രീതിയിലാണ് കൈകാര്യം ചെയ്തതെന്നും പുറത്തുവന്ന ആരോപണങ്ങൾ തെറ്റായ വിവരങ്ങളാണെന്നുമാണ്. സുരക്ഷാ പരിശോധനകളുടെ ഭാഗമായാണ് ചില നടപടികൾ സ്വീകരിച്ചതെന്നും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്നും അവർ പറഞ്ഞു. എന്നാൽ മനുഷ്യാവകാശ സംഘടനകളെ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രായേലിന്റെ വിശദീകരണത്തിൽ പൂർണ്ണമായി തൃപ്തരല്ല. സംഭവത്തെക്കുറിച്ച് സ്വതന്ത്രമായ അന്വേഷണം വേണമെന്നാണ് പലരും ആവശ്യപ്പെടുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ആവശ്യങ്ങൾ ഉയരുന്നുണ്ട്. ഗാസയുമായി ബന്ധപ്പെട്ട സംഘർഷം ഇതിനോടകം ലോക രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും മനുഷ്യാവകാശ പ്രശ്നങ്ങളും സംബന്ധിച്ച് പല രാജ്യങ്ങളും ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പുതിയ സംഭവം ആ ചർച്ചകൾ കൂടുതൽ ശക്തമാക്കുകയാണ്. ഇസ്രായേലിനും യൂറോപ്യൻ രാജ്യങ്ങൾക്കും ഇടയിലുള്ള ബന്ധത്തിലും ഈ വിഷയത്തിന് സ്വാധീനം ഉണ്ടാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. പ്രത്യേകിച്ച് മനുഷ്യാവകാശ വിഷയങ്ങളിൽ യൂറോപ്യൻ രാജ്യങ്ങൾ ഇപ്പോൾ കൂടുതൽ കർശന നിലപാടുകളിലേക്ക് നീങ്ങുന്നുവെന്നാണ് സൂചന. ഫ്രാൻസ് എടുത്ത നടപടി ഒരു രാഷ്ട്രീയ സന്ദേശം കൂടിയായാണ് പലരും കാണുന്നത്. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ യൂറോപ്പിനി കൂടുതൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ഇത് വ്യക്തമാക്കുന്നു. മറ്റു യൂറോപ്യൻ രാജ്യങ്ങളും സമാന നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യവും ഇപ്പോൾ ചർച്ചയാകുകയാണ്. ഇപ്പോൾ ലോകം മുഴുവൻ ഈ സംഭവത്തെ അടുത്തതായി നിരീക്ഷിക്കുകയാണ്. സമാധാന പ്രവർത്തകരുടെ സുരക്ഷ, മനുഷ്യാവകാശങ്ങൾ, രാജ്യാന്തര നിയമങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ ഇനി കൂടുതൽ ശക്തമാകുമെന്നാണ് വിലയിരുത്തുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.